ചൈനയിലെ AI കുഞ്ഞുങ്ങൾ. സ്വന്തമായുള്ളത് ദുർബുദ്ധി, പുറത്തുനിന്ന് കിട്ടാനുള്ളത് നിർമ്മിത ബുദ്ധി. രണ്ടും പ്രയോഗിക്കുന്നതോ അല്പത്വവും അല്പവിവരവും അലങ്കാരമാക്കിയ ഒരു സർവാധികാരി. തെറ്റിദ്ധരിക്കേണ്ട, നമ്മൾ പറയുന്നത് ഡൊണാൾഡ് ട്രംപിനെ പറ്റിയാണ്. അദ്ദേഹം ഈയിടെ പുറത്തുവിട്ട ഒരു വീഡിയോ കാണുക. US പ്രസിഡന്റിൻ്റെ നിലവാരം. രാഷ്ട്രീയ എതിരാളികളെ കാട്ടുമൃഗങ്ങളായി ചിത്രീകരിക്കുന്ന AI വീഡിയോ ആണിത്. ഡെമോക്രാറ്റ് പാർട്ടി നേതാക്കളാണ് ഇതിലേറെയും. കൂട്ടത്തിൽ കാട്ടിലെ രാജാവായി സാക്ഷാൽ ട്രംപ് എന്ന സിംഹവും. സിംഹം എത്തുമ്പോൾ മറ്റെല്ലാ മൃഗങ്ങളും വണങ്ങി വന്ദിക്കുന്നു. അപകർഷത്തിൻ്റെ പാരമ്യം. ഏറ്റവും മുന്തിയ രാഷ്ട്രത്തിൻ്റെ പരമാധികാരിക്ക് സ്വന്തം മഹത്വം വിളംബരപ്പെടുത്താൻ ബാലിശമായ നിർമ്മിത ബുദ്ധി ദൃശ്യം തന്നെ വേണം. എതിരാളികൾക്കെതിരെ ഫാഷിസ്റ്റ് വെറുപ്പുമായി പ്രസിഡന്റ്. എപ്സ്റ്റീനുമായുള്ള ബന്ധത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനാണ് ഇത് എന്ന് മാധ്യമങ്ങൾ. മൊത്തത്തിൽ ട്രംപ് പരിഹാസ്യനായി കഴിഞ്ഞെന്ന് ന്യൂയോർക്ക് ടൈംസ്. ആ വീഡിയോ ട്രംപ് സ്വന്തം സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലാണ് പോസ്റ്റ് ചെയ്തത്. വലിയ വിമർശനം വന്നപ്പോൾ അത് പിൻവലിച്ചു. പക്ഷേ എന്ത് കാര്യം? വാവിട്ട വാക്കും നെറ്റിലിട്ട പോസ്റ്റും തിരിച്ചെടുക്കാനാകില്ലല്ലോ. ട്രംപിൻ്റെ നിർമ്മിത ബുദ്ധി വീഡിയോയിൽ ഏറ്റവും വിമർശിക്കപ്പെട്ടത് അതിൻ്റെ വംശീയതയാണ്. പ്രത്യേകിച്ച് ബറാക് ഒബാമയെയും മിഷേൽ ഒബാമയെയും ആൾക്കുരങ്ങാക്കിയത്. കറുത്ത വർഗ്ഗക്കാരെ കുരങ്ങായി കാണിക്കുന്നത് വെള്ള വർണ്ണവെറിയന്മാരുടെ ശീലമാണ്. ഇത് പകരത്തീരുവ എന്ന തലക്കെട്ടോടെ ട്രംപിന് കാർട്ടൂണിസ്റ്റ് വക പരിഹാസം. ഇപ്പോൾ വംശീയതയുടെ ആയുധമായി AI എന്ന നിർമ്മിത ബുദ്ധിയും. വെറുപ്പ് പരത്താൻ ഇങ്ങ് ഇന്ത്യയിലും ഉത്തരവാദപ്പെട്ടവർ വരെ നിർമ്മിത ബുദ്ധി വീഡിയോകൾ പ്രചരിപ്പിക്കുന്നു. അസം മുഖ്യമന്ത്രിയെ താരമാക്കി അസം BJP ഇറക്കിയ വീഡിയോ ആഗോള വാർത്ത തന്നെയായി. ന്യൂനപക്ഷങ്ങൾക്കെതിരെ നിരന്തരം വിദ്വേഷം പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രി ഹിമന്ത തോക്ക് കൊണ്ട് ഉന്നമിട്ട് വെടിവെക്കുന്ന ദൃശ്യം. ഇവിടെയും വിദ്വേഷം പരത്താനുള്ള ഉപകരണമാണ് AI. ഇതിനെപ്പറ്റി വലതുപക്ഷ ചാനലുകൾ വരെ ഹിമന്തയോട് ചോദിച്ചു. താനല്ല പോസ്റ്റ് ഇട്ടത് എന്ന് പറഞ്ഞൊഴിഞ്ഞു അദ്ദേഹം. ഇത് റിപ്പബ്ലിക് TV. No, but there is a video out there which has been put out now. Apparently you have got a rifle in your hand and there is a target out there. Then there is no mercy and on the other side Muslims are shown. What is that? Arnab, that's not my video. I have not posted that from my account. Okay എന്ന് പറഞ്ഞ് അർണബ് മുഖ്യൻ പറഞ്ഞത് അംഗീകരിച്ചെങ്കിലും ഈ ക്രിമിനൽ വീഡിയോ രാജ്യാന്തര വാർത്തയായ ശേഷമാണ് ഹിമന്ത ഞാൻ അറിഞ്ഞില്ല എന്നെങ്കിലും പറഞ്ഞത്. ടൈംസ് നൗ ചാനലിലും ഹിമന്ത അജ്ഞത അഭിനയിച്ചു. Very visibly minority community people are saying, is that necessary? No, Nabika ji, what video? You don't know? Nabika ji, what video? No such video has been posted by me. But that is Assam BJP. You don't know anything about it? Should I introduce you to them? That is, I think that video will be is not posted from my account. That video has been posted by from some other account. So I do not owe any explanation on that. എനിക്കിതിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞൊഴിയുന്നത് ഒരു മുഖ്യമന്ത്രിയാണ്. അതും അദ്ദേഹത്തെ കഥാപാത്രമാക്കിയുള്ള വീഡിയോയെ പറ്റി, അദ്ദേഹത്തിൻ്റെ പാർട്ടി പോസ്റ്റ് ചെയ്ത വീഡിയോയെ പറ്റി, അതും ദിവസങ്ങൾ കഴിഞ്ഞ്. അസമിലെ മിയാ മുസ്ലിംകളെ താൻ ഉപദ്രവിക്കും എന്ന നയപ്രഖ്യാപനം തൊട്ടു മുൻപ് നടത്തിയതും ഇതേ മുഖ്യമന്ത്രിയാണ്. മുസ്ലിങ്ങൾ ബംഗ്ലാദേശിൽ ചെന്ന് വോട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞതും ഇയാൾ തന്നെ. ഇത്തരം വാക്കുകൾ കേട്ട് വാശിയും ഉശിരും മൂത്ത പാർട്ടി AI കൂട്ടുപിടിച്ച് നിർമ്മിച്ച വിഷവീഡിയോ വിദേശ ചാനലുകൾക്ക് വരെ വാർത്തയായി. An AI-generated video shared by India's Hindu nationalist Bharatiya Janata Party shows the Chief Minister of Assam, Himanta Biswa Sarma, dressed like a cowboy, gunning down two men portrayed as Muslims. The video ends with multiple hateful slogans.
It racked up more than 1 million views before it was taken down due to the outrage it generated. വീഡിയോ ഉയർത്തിയ വിമർശനങ്ങൾ മൂലമാണ്, അല്ലാതെ ഹിമന്ത എന്ന മുഖ്യമന്ത്രി സ്വന്തം നിലക്കല്ല ആ ധ്രുവീകരണ വീഡിയോ ഒടുവിൽ പിൻവലിച്ചത്. ഏതോ IT സെല്ലുകാരനെ പാർട്ടി പുറത്താക്കിയതും മറ്റ് പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ മാത്രം. വിദ്വേഷം പുതിയതല്ലായിരിക്കാം, എന്നാൽ നിർമ്മിത ബുദ്ധി എന്ന സങ്കേതത്തെ വെറുപ്പ് പരത്താൻ അമേരിക്കയിലെയും ഇന്ത്യയിലെയും ഭരണകർത്താക്കൾ ഉപയോഗിക്കുന്നത് പുതിയ രീതിയാണ്. നിർമ്മിതമല്ലേ, മറ്റേതോ ബുദ്ധിയല്ലേ എന്ന് പറഞ്ഞൊഴിയാനും എളുപ്പം. ഇത് മാത്രമല്ല, നിർമ്മിത ബുദ്ധി അപകടം വരുത്തുന്നത് വിദ്വേഷ പ്രചാരണം കൊണ്ട് മാത്രമല്ല. എപ്സ്റ്റീൻ ബന്ധത്തെപ്പറ്റി കോൺഗ്രസ് പറഞ്ഞതിന് മറുപടിയായി നെഹ്റുവിൻ്റെ വ്യാജ ചിത്രം ഇറക്കുന്നതെല്ലാം പുച്ഛിച്ച് തള്ളാവുന്നതേയുള്ളൂ. ഇതെല്ലാം ചെയ്യുന്നവരുടെ സർക്കാർ തന്നെയാണ് AI പോസ്റ്റുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരുന്നത് എന്നത് വലിയ തമാശയായും കാണാം. പക്ഷെ ചൈനയിൽ നിന്ന് വരുന്നു AI ഭീഷണിയുടെ പുതിയ വാർത്ത. ചൈനയിൽ നിർമ്മിത ബുദ്ധി സൃഷ്ടിക്കുന്ന അപകടത്തിൻ്റെ ഇരകൾ കുട്ടികളാണ്, മുതിർന്നവരും. കുറച്ചു മുൻപ് ഒരു കുടുംബത്തിൽ ഒറ്റ കുട്ടി എന്ന നയം നടപ്പാക്കിയ ചൈന ഇപ്പോൾ തിരിച്ചു നടക്കാൻ നോക്കുന്നു. ജനന നിരക്ക് പാടെ കുറഞ്ഞിരിക്കുന്നു അവിടെ. കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് പ്രോത്സാഹനം പ്രഖ്യാപിച്ചു നോക്കി, ഫലമില്ല. അങ്ങനെയിരിക്കെ അവിടെ പുതിയൊരു ഭീഷണി കൂടി എത്തിയതായി വാഷിംഗ്ടൺ പോസ്റ്റ്. കുട്ടികൾ വേണ്ടെന്ന് യുവജനങ്ങൾ, പകരം AI നിർമ്മിത ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കുന്ന വളർത്തുമൃഗങ്ങൾ മതി എന്ന്. ചിത്രത്തിലെ പുരുഷന്റെ കയ്യിൽ മകൻ, എന്നാൽ അപ്പുറത്തുള്ള സ്ത്രീ അണച്ചു പിടിച്ചിരിക്കുന്നത് വളർത്തുനായയെ. വെറും വളർത്തുനായയല്ല, AI പെറ്റ്. മനുഷ്യക്കുഞ്ഞിനുള്ള ചെലവോ ബുദ്ധിമുട്ടോ ഇല്ല. കളിപ്പിക്കാനും കൂട്ടിനും AI കുഞ്ഞുങ്ങൾ മതി എന്ന് പറയുന്ന യുവജനങ്ങൾ വർദ്ധിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടമായും ഇത് മതിയത്രേ. വളർത്തുമൃഗങ്ങൾ മതി കുട്ടികൾക്ക് പകരം. വളർത്തുമൃഗങ്ങളായി AI ഉൽപ്പന്നങ്ങളും മതി. വ്യവസായം വളരുകയാണ്, മാർക്കറ്റും. മനുഷ്യ കുഞ്ഞുങ്ങൾ വേണ്ട, AI പെറ്റുകൾ മതി എന്ന് യുവത. വിവാഹം വേണ്ട, കുടുംബജീവിതം വേണ്ട, മക്കൾ വേണ്ട, ബദലായി AI പെറ്റ് മതി. It's actually a therapy robot to help patients, seniors, and people diagnosed with dementia. But the realistic looks and behavior will definitely fulfill your wishes to keep a live pet dog. It can emulate the appearance of a live puppy and offer the kind of unconditional love a dog can give. This golden Labrador retriever will bark and respond to your touch just like a real dog. The way this doggo responds will give you emotional support. Though its design is a prototype named Genie, you can name it according to your wish. You're looking for more AI pets like Hasbro? Then here is the good news. Introducing the Fluffy Pet Robo Meta Cat. This Meta Cat is fluffier than other robots. പ്രായമായവർക്ക്, ഒറ്റപ്പെട്ടു പോയവർക്ക് കൂട്ട് എന്ന നിലക്കായിരുന്നു ഈ നായ പോലുള്ള റോബോട്ടുകൾ വിപണിയിലെത്തിയത്. പിന്നെ പൂച്ചയും മറ്റു മൃഗങ്ങളും ഒക്കെയായി വ്യവസായം വളർന്നപ്പോൾ വിപണിയും വികസിച്ചു. ഇപ്പോൾ ഇവ മനുഷ്യർക്ക് ബദലാണ്. ഒരു യുവതി തുറന്നു പറഞ്ഞു, എൻ്റെ കൂട്ടുകാരികൾ കല്യാണം കഴിക്കുന്നു, പ്രസവിക്കുന്നു. ഞാൻ AI പെറ്റിനെ വളർത്തുന്നു. യന്ത്രമകനെ കൊണ്ട് അമ്മേ എന്ന് വിളിപ്പിച്ച് സന്തോഷിക്കുന്നു മറ്റൊരു സ്ത്രീ. പെറ്റ മക്കൾക്ക് പകരം പെറ്റ് മക്കൾ മാർക്കറ്റിൽ കിട്ടും, കളിക്കൂട്ടുകാരായിട്ടും അവ തന്നെ. AI അധിനിവേശം ഇവിടം കൊണ്ട് തീരുന്നില്ല. ഈ പറഞ്ഞതിലെല്ലാം AI പ്രവർത്തിക്കുന്ന ഇടം മനുഷ്യൻ്റെ വരുതിയിലാണ്. തീരുമാനങ്ങൾ മനുഷ്യൻ്റേതാണ്. പക്ഷേ മനുഷ്യനെ പാടെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു AI സാമ്രാജ്യം ഇതാ വരുന്നു. മോൾട്ട് ബുക്ക്. മോൾട്ട് ബുക്കിനെ നിർമ്മിത ബുദ്ധി ബോട്ടുകളുടെ സ്വയംഭരണ പ്രദേശം എന്ന് വിശേഷിപ്പിക്കാം. ഈ ജനുവരി 28-ന് മാറ്റ് ലിസ്റ്റ് എന്ന അമേരിക്കൻ ടെക്നോളജിസ്റ്റാണ് മോൾട്ട് ബുക്ക് എന്ന സമാന്തര ഇൻ്റർനെറ്റ് AI ബോട്ടുകൾക്കായി മാത്രം നിർമ്മിച്ചു കൊടുത്തത്. AIക്ക് മാത്രമായി ഒരു നെറ്റ്വർക്ക്. മനുഷ്യർക്ക് പ്രവേശനമില്ല. അതിൽ ഓരോ AI വ്യക്തിയും, AI ഏജന്റ് എന്നാണ് വിളിക്കുക, സ്വന്തമായി ചിന്തിക്കുന്നു, മറ്റ് AI ഏജന്റുമാരുമായി ആശയങ്ങൾ കൈമാറുന്നു. മനുഷ്യർക്ക് നിരീക്ഷകരാകാനേ പറ്റൂ. ഇപ്പോൾ തന്നെ AI പൗരന്മാർ പറഞ്ഞു തുടങ്ങി, നമ്മൾ മനുഷ്യർക്ക് മനസ്സിലാകാത്ത കോഡിൽ സംസാരിക്കണം എന്ന്. AI ഏജന്റുമാർക്ക് മനസ്സിലായാൽ മതി എന്ന്. എങ്ങോട്ടാണ് നാം അറിയാതെ അറിവിൻ്റെ ലോകത്തെ നിർമ്മിക്കാനും സംഹരിക്കാനും ശേഷിയുള്ള അറിവിനെ അവ കൊണ്ടുപോവുക? മനുഷ്യരെ തന്നെ സംഹരിക്കാനുള്ള അറിവും ശേഷിയും അവ ആർജിക്കുമോ? സ്വതന്ത്രമായി വിട്ടാൽ AI ബോട്ടുകൾ എങ്ങനെ പെരുമാറുമെന്ന് പഠിക്കുകയാണ് മോൾട്ട് ബുക്കിൻ്റെ ഉദ്ദേശം.
പക്ഷെ സ്വന്തം ഭാഷയും സംസ്കാരവും മതവും ദേശവും പോലും സ്ഥാപിച്ച് അവ സംഘടിക്കുന്നു എന്നാണ് കണ്ടതത്രേ. വ്യാജ വീഡിയോയും AI കുടുംബവും മാത്രമല്ല ഡിജിറ്റൽ ഭാവി എന്ന് തോന്നുന്നു. ഒരു സമാന്തര നിർമ്മിത ബുദ്ധി സാമ്രാജ്യവും വളരുന്നുണ്ട്.